നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ടുഡേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ. നമ്മളുടെ ട്രാൻസ്പ്ലാന്റ് ശേഷമുള്ള ഇന്ന് ഹെഡ് ബാത്ത് ആണ് ഇന്ന് നടക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് ഹെഡ് ബാത്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ് ബാത്ത് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ല്, പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ല് നമ്മളുടെ ട്രാൻസ്പ്ലാന്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യണം. 1 മണിക്കൂർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നമ്മൾ റബ്ബ് ചെയ്യുക, എന്നിട്ട് കളയുക. അതിനുശേഷം ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ട്, ബേബി ഷാമ്പു വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് തലയിൽ ഒരു 10 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വാം വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. എൻ്റെ അടുത്ത് അലോവേര ജെല്ല് എന്ന് പറയുന്നത് കാപ്പിവാൻ്റെ ഒരു അലോവേര ജെല്ലുണ്ട്. അതുപോലെ ബേബി ഷാമ്പു ഉള്ളത് സബാമെഡിൻ്റെ ബേബി ഷാമ്പു ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹെഡ് വാഷും കൂടെ തുടങ്ങിയാലോ. അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ 7 ദിവസത്തിന് ശേഷമുള്ള ഒരു റിസൾട്ട് ഇതൊക്കെയാണ് കേട്ടോ. ഉണ്ടല്ലേ, ക്രൗൺ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്, ഫ്രണ്ടൊക്കെ അടിപൊളിയായിട്ട്. ഇതൊക്കെ പോട്ടോ, ഇതൊക്കെ പിന്നെ ബ്ലഡ് ക്ലോട്ടൊക്കെയാണ്. ഇതൊക്കെ പോയിട്ട് നമ്മൾ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. വീണ്ടും ഒരു 3 to 6 മാസം കൊണ്ടാണ് തളർത്ത് വരിക. അപ്പം ഇതുപോലെ മുടി വളർന്നു വരുന്ന ഒരു അവസ്ഥയല്ല ഇത്. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മളങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന 2 ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യാനാണ്, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ നമുക്ക് മൊത്തം റബ്ബ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിന് ശേഷം തുടച്ച് കളയണം. അതിന് ശേഷം ഷാമ്പു ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തൊടുന്നതാണ് ഇന്ന്. നമ്മൾ 7 ദിവസത്തിന് ശേഷം ടച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ചെറിയ പെയിന് ഫസ്റ്റ് തൊടുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലയോട്ടിയുടെ ഉൾഭാഗത്തു നിന്നൊരു ചെറിയ പെയിന്, വലിയ പെയിനില്ല, ചെറിയ പെയിനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പെയിൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മുറിവിലൊക്കെ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിനില്ലേ, അതുപോലൊരു പെയിനുണ്ട്. നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. നന്നായിട്ട് ഡ്രൈ കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് തുറക്കാനാണ് പറഞ്ഞത്. ഏകദേശം തുടച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഒരു ക്ലീനിങ്. യെസ്, നമ്മളങ്ങനെ കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് ബേബി ഷാമ്പു വെച്ചിട്ട് ബേബി ഷാമ്പു വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം വാം വാട്ടറിൽ, വലിയ ചൂടല്ല എന്നാൽ തണുപ്പല്ലാത്തൊരു വാം വാട്ടറിൽ കഴുകി കുളിച്ചിട്ട് വരണം. ഇനി അങ്ങോട്ട് ബേബി ഷാമ്പു മാത്രമാണ് തലയിൽ യൂസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല കേട്ടോ, മറ്റ് ഷാമ്പൂലൊക്കെ കെമിക്കൽ കൂടുതലാണ്. നമ്മുടെ നോർമൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയറിനും നോർമൽ ഷാമ്പൂസൊക്കെ നല്ല പിന്നെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യേണ്ടവർ എപ്പോഴും ബേബി ഷാമ്പു യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേബി ഷാമ്പൂവിലെ കെമിക്കൽസിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു റീസണ്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് അപ്ലൈ ചെയ്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് ഫുള്ള് കുളിച്ചിറങ്ങണം, കുട്ടപ്പനായിട്ട് ഇറങ്ങണം. സോ നമ്മുടെ ഷാമ്പു അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുള്ള് കുളിച്ച് വാം വാട്ടറിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എന്താണ് ഒരു അപ്ഡേറ്റ്സ് എന്നുള്ളത് കാണിച്ചു തരാം. യെസ്, നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായി. ആഫ്റ്റർ വാഷ് നമ്മുടെ തലയുടെ ഇപ്പോഴത്തെ 7 ദിവസം കഴിഞ്ഞിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ഹെഡ് വാഷിന് ശേഷമുള്ള അവസ്ഥയാണിത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയായി ഉണ്ടാവും.
കാണുന്നുണ്ട. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി 1 മന്തിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാനുണ്ട്. സോ ഹെഡ് വാഷിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നതിനനുസരിച്ച് ഒരു 3 മന്തോ 6 മന്തിനൊക്കെ ശേഷമുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതുവരേക്കും തൽക്കാലം നിർത്തുന്നു. ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.